ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ്. അപ്പോൾ ഒന്ന് വെള്ളരിക്ക കൊണ്ടുള്ള ഒരു മോരൊഴിച്ച കൂട്ടാനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ മത്തങ്ങ മോരൊഴിച്ച കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ വെള്ളരിക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ചേർക്കുന്നുണ്ട്. 1/2 കിലോ പിന്നെ വെള്ളരിക്കയ്ക്ക് ഒരു പകുതി നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വല്ലാതെ പഴുത്ത നേന്ത്രപ്പഴമല്ല, നോർമലായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നല്ല കറുത്ത പഴത്തിനേക്കാൾ നല്ലത് ഇതുപോലുള്ളൊരു പഴം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ച് നേന്ത്രപ്പഴത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു കഷ്ണമാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നുള്ളൂ. ചെറിയൊരു മധുരം ഉണ്ട് അതിന്. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. പക്ഷേ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, ഇത് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചേമ്പ് ഉണ്ടെങ്കിൽ ഒരു 2-3 ചേമ്പ് ചേർത്തോളൂ ഇതിൻ്റെ കൂടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചേമ്പില്ല, അപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ വെള്ളരിക്കയുടെ കൂടെ ചേർക്കാനുള്ള ഓപ്ഷൻ ഇതൊക്കെയാണ്: ഒരു പകുതി നേന്ത്രപ്പഴം പഴുത്തത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചേമ്പ് ചേർക്കാം. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കാറുണ്ട്, എന്നാലും നല്ല സൂപ്പർ കറിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് തൊലി ചെത്തിയിട്ട് ഇതൊന്ന് നുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു കഷ്ണങ്ങളായിട്ട് നുറുക്കണം. ഇപ്പോൾ നേന്ത്രപ്പഴം നുറുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കര ഉപ്പേരിക്കൊക്കെ നുറുക്കില്ലേ, ആ ഒരു വലിപ്പത്തിൽ ഇതേപോലെ 2ആയിട്ട് കീറിയിട്ട് ഇങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ സംഭവം എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഗുരുവായൂരൊക്കെ പിന്നെ പോകുമ്പോൾ അവിടെ നല്ല മോരൊഴിച്ച കൂട്ടാനും ചോറൊക്കെ അവിടെ ഉച്ചഭക്ഷണം കിട്ടും, അമ്പലത്തിൽ നിന്ന് തന്നെ, അമ്പലത്തിൻ്റെ വകയായിട്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഇതിൽ ഈ നേന്ത്രപ്പഴം ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണല്ലോ അവിടുത്തെ മോരൊഴിച്ച കൂട്ടാനൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ വെള്ളരിക്ക അങ്ങനെ നുറുക്കുക. ഇനി നമുക്കിത് പിന്നെ വേവിച്ചെടുക്കാം. നേന്ത്രപ്പഴവും അതുപോലെ തന്നെ വെള്ളരിക്കും പിന്നെ നുറുക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് കുറച്ച് 1/2 സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ പച്ചമുളക് നാളികേരം അരയ്ക്കുമ്പോഴും അതുപോലെ കീറിയിട്ടും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ്, അപ്പോൾ നല്ല കളറുണ്ടായിരിക്കും. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാവൂ, കാരണം ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മോര് ഒഴിക്കുമ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചാൽ മതി. ഇപ്പോൾ വേവിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വിസിൽ വെച്ചിട്ട് പിന്നെ വിസിൽ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ നിങ്ങളുടെ കുക്കറിൽ നല്ല പുതിയ കുക്കറാണ്, പുതിയ ഗ്യാസ്കറ്റൊക്കെ ആണെങ്കിൽ ആ കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാത്ത കുക്കറാച്ചാൽ സിമ്മറിൽ ഇട്ടിട്ട് ലേശം നേരം വെച്ചോളൂ, അപ്പോൾ അത് വെന്ത് കിട്ടും. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ച് സമയമൊക്കെ വ്യത്യാസപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നൊരു കാര്യം, നമ്മളിത് വേവിക്കുമ്പോൾ നേന്ത്രപ്പഴം ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉടഞ്ഞു പോയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റായിരിക്കും കറിക്ക്. പിന്നെ കറി കുറച്ചിങ്ങനെ ആ ഒരു കറിക്കൊരു കുറുന്നനെ അതൊരു കിട്ടും, ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് വളരെ നല്ലതാണ്. നേന്ത്രപ്പഴം അങ്ങനെ ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാവാം. ഇപ്പോൾ കഷ്ണം ഞാൻ വേവിക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു മുറി നാളികേരം, വലിയ മുറിയാണെച്ചാൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ കാരണം നമ്മൾ ഒഴിച്ചു കറികളിൽ നാളികേരം കൂടിപ്പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് നാളികേരമായിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് 1-2 മണി കുരുമുളക്, അധികം ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. 2-3 മണി മാത്രം ചേർത്താൽ മതിയാവും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ചിരകുന്നതിന് പകരം കഷ്ണമാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2-3 തേങ്ങ ഒന്നിച്ച് ഫ്രീസറിൽ വെക്കും. അപ്പോൾ നിങ്ങളൊക്കെ യൂട്യൂബിൽ ധാരാളം കണ്ടിട്ടുണ്ടാവും, അത് കാരണം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അത് പുറത്തേക്ക് വെച്ചിട്ട്, അതായത് ഒരു ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ 24 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തണുക്കും. അത് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ തോട് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും നാളികേരം വേസ്റ്റ് ആവാതെ നമുക്ക് നാളികേരം കിട്ടും. അങ്ങനെ ഞാൻ മുറിച്ചിട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്യുക. എന്നിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് അരയ്ക്കാനോ കറികൾക്കോ എന്തിനെങ്കിലും നമ്മൾ ചേർക്കുകയാണ് ഞാൻ പൊതുവെ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ ചിരകുന്ന ആ പണി നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി ഇത് നമുക്ക് ആദ്യത്തൊന്ന് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല മിനുസായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കഷ്ണം കുറച്ച് കൂടുതൽ വെന്താലും കുഴപ്പമില്ല, കുറവ് വേവാവരുത്. അപ്പോൾ കറിയും മോരും കഷ്ണമൊന്നായിട്ട് ഒരു യോജിപ്പ് വരില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവണം അത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുക്കറിൽ ഫുൾ ഫ്ലെയിം വന്നിട്ട് വിസിൽ വന്നതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് വെച്ചോളൂ. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ വേവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുക്കറിൻ്റെ ഇതിനനുസരിച്ച് പ്രഷർ നിൽക്കുന്നതിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരും. പിന്നെ നമുക്ക് കിട്ടുന്ന വെള്ളരിക്ക അതിനനുസരിച്ചും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചേമ്പ് കിട്ടുമെങ്കിൽ ചേമ്പ്, നേന്ത്രപ്പഴത്തിന് വരെ ചേമ്പ് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ വെള്ളരിക്ക മാത്രമായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് പച്ചമുളക്, എന്നാലും 2 എണ്ണം കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് തിള വരട്ടെ. ഉപ്പൊക്കെ നോക്കണം. നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി, ചേർത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ കട്ടി തൈരാണെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിക്കണം കേട്ടോ. പിന്നെ തൈര് ചെറിയൊരു പുളിയുള്ള തൈരാണ് ടേസ്റ്റ്, പക്ഷെ ഓവറായിട്ട് പുളി. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ചേർക്കാം. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് കൂടുതൽ ചേർത്തോളൂ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പച്ചക്കറിവേപ്പില ഒന്ന് നന്നായിട്ട് പൊട്ടിച്ച് ഒന്ന് ഞെരടിയിട്ട് ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ശരിക്കും കറിയിലേക്ക് പിടിക്കുക. അപ്പോൾ അത് ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മോരൊഴിക്കാം. മോരൊഴിച്ച് കഴിഞ്ഞാൽ തിളക്കരുത്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അത് ഓഫ് ചെയ്യണം. പിന്നെ അങ്ങനത്തെ ചട്ടിയിലൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കണം, ചൂട് കുറേ നേരം നിൽക്കും ചട്ടിയിലാവുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ നമ്മൾ പുളി നോക്കുക, നമുക്ക് വേണ്ട പുളിക്ക് അനുസരിച്ചുള്ളത് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് മോരൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കട്ടിയാവും. പിന്നെ നമ്മൾ ആ പഴം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു മധുരവും മോരിൻ്റെ പുളിയും എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം. പിന്നെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. ലൈറ്റ് ചൂടാവുമ്പോൾ നമ്മളിതങ്ങോട്ട്, അതായത് ഇതിൻ്റെ മീതെ ചെറുതായിട്ട് ഇങ്ങനെ പുക പോലെ കാണും. അപ്പോൾ നമുക്ക് ഇത് പുകയില്ല കേട്ടോ, ആവി പോലെ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ അത് വേഗം ഓഫ് ചെയ്യണം. തിളയ്ക്കാൻ പാടില്ല കേട്ടോ, തിളക്കരുത് ഒരിക്കലും, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ആവി വരുന്നുണ്ട്, ഞാൻ ഓഫ് ചെയ്തു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ പുളി കുറച്ച് കൂടുതലാണ് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം ഇട്ട കാരണം അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ പുളിയൊക്കെ ഒന്ന് അങ്ങോട്ട് ബാലൻസ് ചെയ്തോളും. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വരും. ചെറിയൊരു കഷ്ണം ഇട്ടെടുത്താൽ മതി. അവസാനം നമുക്കിതിലേക്ക് ലേശം ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാം. അപ്പോൾ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ചെയ്യും. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട്, അതായത് ഒരു ചോക്കനെ അങ്ങോട്ട് വറക്കുക. ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള മോര് കറിക്ക്, ഇപ്പോൾ പുളിയുള്ള കറികളിലൊക്കെ നമ്മൾ ഇത് ഒഴിക്കണം. ഉലുവപ്പൊടി ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊക്കെ നല്ല വേണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 1/4 ടീസ്പൂണ്
ലേശം ഉലുവ ചേർക്കാം. 2 മണി ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില. അപ്പോൾ ഇതാ ഇനി നമുക്കിത് കറിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി കുറച്ച് നേരം അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാവൂ. കുറച്ച് നേരം ഇത് അടച്ചു വയ്ക്കാം. നമ്മുടെ സൂപ്പർ വെള്ളരിക്ക മോരുകറി റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമുക്ക് വേറൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്